ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് നേരത്തെ ഞങ്ങളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം ഒരു 3:30-4 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇടി വെട്ടലിൻ്റെ സൗണ്ട് കേട്ടിട്ടോ ഞാൻ നെയ്ച്ചത് ഉച്ചയ്ക്ക് കിടുന്നതാണേ. അപ്പോൾ പിന്നെ 4 മണി ആയപ്പോൾ വിചാരിച്ചു ദേവനെ പാലിന് പറഞ്ഞയക്കാത്തിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ പീടിയം. അപ്പോൾ പാല് വാങ്ങി വരുമ്പോൾ 2 ലൈസ് വാങ്ങരുതെന്ന് പറഞ്ഞാലും വാങ്ങിയിട്ട് വരും. എപ്പോഴും അതെ, ഈ ലൈസ് അത്ര നന്നല്ലാന്ന് അറിയാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ പറയും അത് വാങ്ങരുതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഓർമ്മയില്ലാതെ അതന്നെ വാങ്ങിയിട്ട് വരും. അപ്പോൾ വേദന ഉണർത്താനുള്ള പരിപാടി കേട്ടോ ദേവൻ. അവനൊരു നിർബന്ധം ഉണ്ട് കേട്ടോ, വേദന അവന് മാത്രമേ ഉണർത്തൂ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം 4 മണി ആവണ വരെ അവൻ വെയിറ്റ് ചെയ്യും, ഉണർത്താറായോ ചോദിച്ചിട്ട്. എന്നാൽ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ തല്ലൂട്ടുണ്ടോ ചോദിച്ചാൽ എപ്പോഴും തല്ലുകൂടിയും കൊണ്ടാണ്. എന്നാൽ 2 മിനിറ്റ് ഉറങ്ങി കിടന്നാൽ എന്താ നീക്കാത്തത് ഒരു തൊരം തരില്ല. പിന്നെ ആ ലൈസ് വാങ്ങി കൊടുത്തിട്ട് കടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഉമ്മറത്തുനിന്ന് വന്ന് നോക്കിയപ്പോൾ രണ്ടാളും നല്ല ഗെയിം കളി കേട്ടോ ഫോണിൽ. അവിടെ റൂമും പരിസരമൊന്നും അടിച്ചു വാരിയിട്ടൊന്നുമില്ല, അലങ്കോലമായിട്ടാണ് കിടക്കണത്. ഇവരുടെ ഈ കളിസാധനം കൊണ്ട് നമ്മൾ തന്നെ ആകെ മടുത്തു കേട്ടോ. ചെറിയ ഒന്നും ശരിക്കുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കളിസാധനം ഇവിടെ ഇല്ല. ഒക്കെ ഇതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കിയെടുത്ത് അടിച്ചു വാരട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മ ഓമക്കായ നുറുക്കുന്നുണ്ട് കേട്ടോ. ഓമക്കായ പഴുത്തതാണ്. അപ്പോൾ രാവിലെ കൂട്ടാൻ വെക്കാൻ അമ്മ പറമ്പിലേക്ക്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് വേസ്റ്റ് കൊട്ടാൻ പോയപ്പോൾ അവിടെ ഒരുപാട് ഓമക്കായയുടെ മരമുണ്ട്. അപ്പോൾ അവിടുന്ന് 2 പൊട്ടിച്ച് കൊടുന്നത് കേട്ടോ. അപ്പോൾ അതിലത്തെ 1 എടുത്തിട്ട് ഉപ്പേരി വെച്ചു. ബാക്കി 2 ഉണ്ടായിരുന്നത് ചെറുതായിട്ട് പഴുത്തതാട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ നേരെ മുന്നിലത്തെ പറമ്പ് ഹൗസ് ഓണറുടെ പറമ്പാണേ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ പൊട്ടിച്ച് കൊടുന്നതാട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, കാണുന്ന പോലെയേ അല്ല. ഞാൻ വിചാരിച്ചു ആദ്യം ഇത് ഉള്ളിൽ പഴുപ്പുണ്ടാവില്ല, പുറമെയുള്ള ഈ കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടോ. പക്ഷെ നല്ല കളറ് പോലെ തന്നെ നല്ല പഴുത്തതായിരുന്നു. ഞാൻ 1 എടുത്തിട്ട് ഉമ്മറത്തേക്ക് പോന്നു, അമ്മ 1 എടുത്തു. പിന്നെ വേദയ്ക്ക് നല്ല ഇഷ്ടമാട്ടോ, വേദി 1 കൊടുത്തു, വേദയ്ക്ക് ഞാൻ 2 കൊടുത്തു കേട്ടോ. അവയ്ക്ക് 1 മതി പറഞ്ഞിട്ട് ഞാൻ ഉമ്മറത്തേക്ക് പോന്ന് ഇരുന്ന് കഴിച്ചിട്ടോ. പക്ഷേ അതിൻ്റെ മധുരം കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു വന്നു. ഒന്നും കൂടി എടുത്ത് വരുമ്പോൾ വേദയ്ക്ക് വേണം പറഞ്ഞിട്ടോ. എന്നിട്ട് അത് അവൾക്ക് പകുതി കൊടുത്തിട്ട് ഞാൻ പിന്നെ അകുമറ കടിച്ചു വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ അടുക്കളയിൽ നാരങ്ങ വെള്ളം കലക്കി കുടിക്കുക കേട്ടോ. ഈ നേരത്തെ കുട്ടികൾ റൂമിലിരുന്നിട്ട് എന്തോ കളിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അവരെ ഒന്ന് നോക്കാൻ പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ അടിച്ച് വരുമ്പോഴേ ഞാനും ശ്രദ്ധിച്ചില്ല, ആ മേശയുടെ അടിയിൽ ഒരു വണ്ടി ഇരിക്കണ്ടേ. ആ വണ്ടി ഭയങ്കര കട്ടിയിൽ ഞാൻ ഒത്തിരി ശക്തി ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടോ. ഇപ്പുറത്ത് TV ഇരിക്കണ്ടേ, TV സ്റ്റാൻഡ് ഒന്ന് ഇളകി, TV ജസ്റ്റ് ഒന്ന് ഇളകിട്ടോ. ഞാൻ പിന്നെ ആരും കണ്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ഇതാട്ടോ അവരുടെ കളിസാധനം. ഞാൻ അതൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ TVയുടെ അടിയിൽ തന്നെ വെക്കുക, കാരണം അത് പെട്ടെന്ന് എടുക്കണം തന്നെയാണ്. 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവരത് എടുത്ത് കളിക്കും. നമ്മൾ വെറുതെ എടുത്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അടിച്ച് വയറിലൊക്കെ കഴിഞ്ഞു. ഇതാ അടുക്കളയിൽ അമ്മ ചോറിന് തീ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെല്ലാവരും ഉള്ള ദിവസം, ഞാനും കുട്ടികളൊക്കെ ഉള്ള ദിവസം 2 നേരം ചോറ് വയ്ക്കും കേട്ടോ. വേറെ ഒന്നുമില്ല, രാവിലെ വെച്ചാൽ തികയായൊന്നും ഉണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ ഞാൻ നല്ല കറി, ടേസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ ചിലപ്പോൾ ഇടനേരമൊക്കെ കഴിക്കും. അപ്പോൾ അമ്മ പറയും വിശക്കുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ, ഞാൻ വേണമെങ്കിൽ വെക്കാമെന്ന് പറയും വൈകുന്നേരത്ത്. അപ്പോൾ പിന്നെ 2 നേരം വയ്ക്കും. അപ്പം അമ്മ അവിടെ ആ പണിയിലല്ലേ. അപ്പം ഞാനും വിചാരിച്ചതാ ഞാനെന്നാൽ ചായ വെക്കാതിട്ട് ഞാൻ വേഗം ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം വന്നിട്ട് എന്നോട് ഉമ്മറത്ത് എന്താ അങ്ങനെ കളിക്കട്ടെ എന്തൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നെ അങ്ങോട്ട് ഉമ്മറത്തേക്ക് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ പറഞ്ഞൊന്നും മനസ്സിലായില്ല കേട്ടോ. അവിടെ അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴാണ് ചായ അടുപ്പത്ത് വെച്ചൊരു കാര്യമൊക്കെ ഓർമ്മ വന്നിട്ടോ. ഭാഗ്യത്തിന് തിളയ്ക്കാനുള്ളൊരു റെഡിയിലായിരുന്നു. പിന്നെ ഞാൻ വേഗം ചായയൊക്കെ വെച്ച് ചൂടാറ്റി 2 ആറ്റിലാറ്റിയിട്ട് ഞാൻ വേഗം കുട്ടികൾക്കുള്ള ചായ ചൂടാറാൻ മേശമ വെച്ചു കേട്ടോ. ഈ ഡവറയിൽ വെച്ചാൽ വേഗം ചൂടാറുമെന്ന് വിചാരിച്ചിട്ടോ അവർക്ക് ഇതിലാണ് വെക്കുക. 2 ആൾക്കുള്ള ചായ എന്നിട്ട് ആറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ പാത്രത്തിലിരിക്കണത് മാങ്ങയാണ് കേട്ടോ. മാങ്ങ ചെത്തിയിട്ട് ഉണക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് പിന്നീട് മാങ്ങ ഇല്ലാത്തൊരു സമയമാകുമ്പോൾ ഇതെടുത്തിട്ട് കൂട്ടാനിലോ എന്തിനെങ്കിലൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെത്തി ഉണക്കിയിട്ടത് കേട്ടോ. അത് നന്നായി ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. 2 ആൾക്കും ചായ കൊടുത്തു. ഈ സീരിയൽ രാമായണം പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സീരിയലാണ്. ഇവിടെ ആരും അങ്ങനെ മിസ് ചെയ്യില്ല കേട്ടോ. കുട്ടികൾക്കും അതേ ചായ അങ്ങനെ ചായ വെച്ച് കൊടുക്കുമ്പോഴേക്ക് യാതൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം 2 ഗ്ലാസ് ചായ തട്ടിക്കളഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 2 ആൾക്കും ഈ ചായ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കളിക്കില്ല. അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ അടുത്ത് തന്നെ ഇരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇരുന്നത് വെറുതെ ഇല്ല, തട്ടിക്കളഞ്ഞു കേട്ടോ. തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ അതൊക്കെ തുടച്ച് മാറ്റിയിട്ട് ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. രാവിലത്തെ അപ്പരിക്കുണ്ടായിരുന്നു, കനത്തിൽ പറഞ്ഞതാട്ടോ, തേങ്ങ ഒക്കെ ചിരകിയിട്ടിട്ട്. അപ്പോൾ അത് കൂടിയിട്ട് ഞാൻ ചായ കുടിച്ചു. സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചായ കുടിക്കാനായിട്ടൊക്കെ ഇഷ്ടം.
സീരിയൽ ചിലപ്പോൾ കറണ്ട് എങ്ങാനും പിടിക്കണമെങ്കിൽ ഞാൻ ചായൻ്റെ കുടിക്കില്ല, ചിലപ്പോൾ കറണ്ട് വെള്ളം വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മോറുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മോറിയിട്ട് വേഗം ഉമ്മറത്തേക്ക് പോട്ടെ. കറണ്ട് ഇടിയും കാറ്റും മേവി ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കറണ്ട് പോകുമ്പോഴേക്ക് വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് മോറി കെട്ടി വെച്ചിട്ടാണേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് വെച്ചത് മീൻ കറിയാണ് കേട്ടോ, കുടംപുളി ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ കുടംപുളിയൊന്നും ഇവിടെ നിന്ന് വാങ്ങലില്ല കേട്ടോ. ഒക്കെ അച്ഛൻ്റെ പെങ്ങന്മാരുണ്ട്, ഞങ്ങളുടെ അമ്മായിമാർ കൊടുന്നിരുന്നത് കേട്ടോ. അവരുടെ വീടൊക്കെ തൃശ്ശൂരാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഒരു കൊല്ലത്തേക്കുള്ള കുടംപുളിയൊക്കെ ആയിട്ടോ കൊണ്ടുവരിക. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങലില്ല. അപ്പോൾ അവർ കൊടുന്ന ഞങ്ങൾ അധികം കുടംപുളി ഇട്ടിട്ടാണ് വെക്കുക കേട്ടോ. ഉമ്മർത്തേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചതാട്ടോ, അച്ഛൻ ഇവിടെ ഉമ്മർത്തേക്ക് എടുക്കാൻ വന്നത്. അച്ഛൻ സാധാരണ ചൂടുള്ള സമയത്തൊക്കെ ഉമ്മർത്തൊക്കെ എടുക്കുക. പക്ഷേ കുട്ടികളുണ്ടെങ്കിൽ തീരെ സമ്മതിക്കില്ല. അവരവരുടെ കളിസ്ഥാനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ വന്ന് കിടക്കും. പിന്നെ അവർ കിടന്നുറങ്ങണ വരെ അവിടെ നിന്ന് പോരുമില്ല. പിന്നെ അമ്മ കഞ്ഞി കുടിക്കാൻ രാത്രി കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ വേദയ്ക്ക് വേണം പറഞ്ഞിട്ട് വേദ അടുത്തിരുന്നിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. എന്നാൽ കുടിക്കണ്ടോ ചോദിച്ചാൽ കുടിക്കുന്നുണ്ട്. എന്നാൽ വല്ലാതെ അവൾക്ക് ആവശ്യമില്ല, വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുക. അവൾക്ക് വാരി കുടിക്കണം, അവൾക്ക് സ്വയം ഇരുന്ന് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് മഴ പെയ്തിട്ട് കൂടിയില്ല. അപ്പോഴേക്കും ആദ്യം കറണ്ട് പോയിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കണം. ഈ ഒരു എമർജൻസി ഇവിടെ ഷോയ്ക്ക് വേണ്ടി വെച്ച് കേട്ടോ. വെറുതെ ഒരു ഉപകാരം എന്ന് പറഞ്ഞത് അതിനെ കൊണ്ടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കറണ്ട് വരാനൊന്നും കാത്തിരുന്നില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഊണ് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ചൊരു 10:30 വരെ കാത്തിരുന്നു. അതുവരെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ചോറുണ്ടാകാൻ വിചാരിച്ചു. കുട്ടികൾക്ക് കൊടുക്കണമെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഭയങ്കര ഇരുട്ടാവിയ കാരണേ. അപ്പോൾ ഞാൻ ഇതോടെ നിർത്തിയിട്ടോ. ഇനിയിപ്പോൾ കറണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. പായിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.